ചേമ്പറിലേക്ക് പോടാ. നിന്റെ ഒരു കൊടൈക്കനാൽ. ചേംബറല്ലേ? അരു ഗിരീശ്വര മേനോൻ. ആ, ഞാൻ തമ്പിയാണ്. ഉടനെ പ്രശാന്തിന്റെയും നിഷയുടെയും വിവാഹത്തിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തോളൂ. എത്തിയതല്ല, ഞാൻ കൊണ്ടുവന്നതാ. ആ, വൈകിട്ട് ക്ലബിൽ വെച്ച് കാണാം. ഓക്കെ. Hello, can I speak to Vinu, please? Che. വിനു, നിന്നെ ഇപ്പം വിളിച്ചു വെച്ചതേ ഉള്ളൂ. വാ തുറന്ന് നന്നായി. അല്ല, നീ തന്നെയാണല്ലോ പ്രശാന്ത്. എന്താ? അല്ല, നിന്റെ വേഷവും ഭാവവും കണ്ടപ്പോഴേ ഒരു ചെറിയ സന്യാസം കഴിഞ്ഞ് വന്ന കാര്യമുണ്ടേ. നീ എവിടെയായിരുന്നു ഇതുവരെ? നല്ല ചോദ്യം. എന്നോടാണ് ചോദിക്കുന്നത്? നിന്റെ തന്തപ്പടിയോട് ചോദിക്കുമ്പോൾ പറയും ഇന്ന് വരും നാളെ വരും. സത്യമായിട്ട് ഒളിയാ ഞാൻ വിചാരിച്ചു നീ ഒരു പോക്ക് പോയെന്ന്. ഇതെന്തോന്ന് കൊടൈക്കനാലുണ്ടേ? തമാശകളാ. അവിടെ നമ്മുടെ പാലക്കാടുള്ള എസ്റ്റേറ്റ് ബംഗ്ലാവില്ലേ, അവിടെ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. പേര് ദേവി, ശ്രീദേവി. സുന്ദരിയാണ്, നന്നായി പാടും. ഭാഗവതിയുടെ മകളാണ്. ദേവിയെ കണ്ട നിമിഷം മുതൽ ചേടാ നീ ആള് കൊള്ളാലോടെ. കണ്ട നിമിഷം മുതലേ അങ്ങോട്ട് കിണിക്കാതൊന്ന് പറ. കണ്ട നിമിഷം മുതൽ ഓഹോ, ഇവിടം വരെ ആയോ? ആ, ഇനി മുമ്പോട്ടുള്ള കാര്യത്തിന് ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. ഇനി വിവാഹം ഒരു ചടങ്ങിന് വേണ്ടി മാത്രം, അതല്ലേ വേണ്ടു? അപ്പൊ നീ പൂച്ചയെ പോലിരുന്ന് പാലക്കാട് പോയി കല ഉടച്ചു കളഞ്ഞല്ലോടാ പുള്ളേ. ഞാനിപ്പോ ആകെ ധർമ്മസങ്കടത്തിലാണ്. എന്തേ? ഡാഡ് എന്നെ അവിടുന്ന് ബലമായി പിടിച്ചോണ്ട് വന്നതാണ്. അല്ല, അതേ പരുവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. വിനു, ദേവിയെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല. അവൾ എന്റേതാണ്. എനിക്ക് അവൾ എത്രമാത്രം ഇഷ്ടമാണെന്ന് അറിയാമോ? ഇവിടെ അല്ലെന്ന് ഞാൻ പറഞ്ഞോ? നീ പറഞ്ഞെന്നല്ല പറഞ്ഞത്. ഡാഡ് തടസ്സമായാൽ നാളെ ഇങ്ങനെയൊക്കെ പറയാൻ. നീ എത്ര കൊച്ചുകുട്ടിയൊന്നുമല്ലോ. നീ പോയി പറയണം, ഡാഡ് എനിക്ക് പ്രായപൂർത്തിയായി. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. എനിക്ക് അവളെ വിവാഹം കഴിച്ചു തരണം. സാധ്യമല്ലെന്ന് പറഞ്ഞാൽ സാധ്യമാകണം ഡാഡ്. എന്ന് ഉറച്ച് തന്റെ അടുത്തോട് പറയണം. ഒന്നുമില്ല, നീ ഒരു ആണല്ലേടാ. രുദ്രാക്ഷമൊക്കെ ഇട്ട് നോക്കുന്നു. ഹായ് ശാന്ത്, എത്ര നാളായി കണ്ടിട്ട്. ഡാഡി പറഞ്ഞു വന്ന കാര്യം. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. അതിരിക്കട്ടെ, കൊടൈക്കനാലൊക്കെ എങ്ങനെയുണ്ട്? നല്ല ആഴമുള്ള കനാല. ചൂണ്ടയിൽ ഉഗ്രന കുടുങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ വരട്ടെ. ഡാഡ്, എന്തു വേണം ശാന്ത്? ഞാൻ പറയൂ. എനിക്ക് എനിക്കങ്ങോട്ട് തുറന്നു പറയാൻ കഴിയുന്നില്ല വിനു.
ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇപ്പൊ ചെയ്യും. എടാ, നിന്റെ വായിൽ എന്തോടാ, നാക്കോ പഴവോ? ആണാണെന്ന് പറഞ്ഞു നടക്കുന്നു. പറയാറുന്നു. നീ എങ്ങനെയെങ്കിലും ഒന്ന്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ചേടാ, ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ ദേവി ഇപ്പോൾ മോളെ, ദാമു എന്നോടെല്ലാം പറഞ്ഞു. എന്റെ മോക്ക് ഇത് വേണമായിരുന്നു. അവരൊക്കെ വലിയ ആൾക്കാര്. എത്താവുന്ന കൊമ്പിലല്ലേ പിടിക്കാവൂ മോളെ. ശാന്തേട്ടൻ നല്ലവനാണ്. എനിക്ക് ശാന്തേട്ടനെ അല്ലാതെ ഇനിയിപ്പോഴെന്താ ചെയ്യുക? എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കും. ദേവി, പ്രശാന്ത് തീർച്ചയായും വരും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹായ് വിനു. അങ്കിൾ ഈസ് ഇൻസൈഡ്. യെസ്. തുടങ്ങണം. ഏതൊക്കെ മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട്? ഓഹോ. ഞാൻ ഗസ്റ്റ് ഹൗസിൽ എത്തിക്കൊള്ളാം. ഓക്കെ. ഹലോ അങ്കിൾ. ഹലോ, എന്താ വിനു? അല്ല, ഞാൻ വെറുതെ ഇതിൽ വന്നപ്പം അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഓഹോ, ഇരിക്കൂ. പറയൂ. എന്താ പറയൂ. പ്രശാന്ത് ഒരു വിവാഹം കഴിക്കണം. കഴിക്കണം. അതിന് ഗ്രാമത്തിലെ ശ്രീദേവി തന്നെ കഴിക്കുന്ന ശാന്ത് പറയുന്നത്. നല്ല സുന്ദരിയാ, പോരെങ്കിൽ പാട്ടുകാരിയും, വലിയ ഭാവകരുടെ മാല. എല്ലാം കൊണ്ടും ശ്രീദേവി ശാന്തിന് അനുയോജ്യ അല്ലെങ്കിൽ ദേവി ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കില്ലെന്നാ ശാന്ത് പറയുന്നത്. അതുകൊണ്ട് ഈ വിവാഹം നമുക്ക് ഉടനെ നടത്തണമെങ്കിൽ ശ്രീദേവി നല്ല അങ്കിൾ. ശ്രീദേവി അയ്യോ, നോൺസെൻസ്. ഐ എം സോറി. നേരെ നോക്കി നടക്കത്തില്ല. ഹായ് മേഴ്സി. ഹലോ. പിന്നെ എന്തല്ലേ? എന്റെ ഇഷ്ടത്തിന് വിപരീതമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ അത് നടക്കില്ല മൈ സൺ. വേണ്ട, വിളിക്കണ്ട. വളരെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയി നിന്നെ ഞാൻ എന്റെ ഹൃദയത്തിലെടുത്തു വെച്ച് വളർത്തി. നിന്നെ ഈ നിലയിലാക്കിക്കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നില്ല എന്റെ സ്വപ്നം.
ഒരു വിവാഹം അന്തസ്സായ നിലയിൽ. എന്റെ മകന്റെ വിവാഹം ഈ നാട്ടിലെ ഒരു ഉത്സവമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, ആശിച്ചു. അതിഥികൾ, ആർഭാടങ്ങൾ, അതെല്ലാം ആകാമല്ലോ ഡാഡ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ദേവിയെ ഒരിക്കലും സാധ്യമല്ല. ഏതോ ഒരു പീറഭാഗവതരുടെ മകളെ മാധവൻ തമ്പിയുടെ മകൻ വിവാഹം കഴിക്കുക. എനിക്കെന്ത് വിലയാണാ ഈ നാട്ടിൽ? ഡാഡ്, ചപ്പിലും ചവറിലും കിടക്കുന്ന പാമ്പിനെ അറയ്ക്കും, വെറുക്കും, തുപ്പും. എന്നാലത് സാക്ഷാൽ പരമശിവന്റെ കഴുത്തിലാണെങ്കിലോ സ്ഥാനമാനങ്ങളെല്ലാം വെറും മിഥ്യയാണ് ഡാഡ്. സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. ഒരു വിവാഹത്തിലൂടെ എന്റെ സന്തോഷമാണ് ഡാഡ് ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ ദേവിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. പ്രശാന്ത്, പ്ലീസ് ഡാഡ്, എന്റെ പുനർജീവിതത്തെ നശിപ്പിക്കരുത്. നിന്റെ പുനർജീവിതം ഇതുവരെ ഒരുത്തി മുങ്ങി ചത്തുവന്നായിരുന്നു. ഇവളെ ഞാൻ മുക്കിക്കൊല്ലും. സാധ്യമല്ല ഡാഡ്, നിങ്ങളെ കൊണ്ടതിനാവില്ല. യു ജസ്റ്റ് കാൺട്ട്. എന്താടാ പറഞ്ഞത്? നിങ്ങളെ കൊണ്ടതിനാവില്ല എന്ന്. ധിക്കാരി. ചേട്ടായി വന്നിട്ടുണ്ട്. എവിടെ? അവിടെ കാർ ഞാൻ കണ്ടു. നീയാണോ ദേവി? ശ്രീദേവി? അതെ. പ്രശാന്ത്, പ്രശാന്ത്, ഒരു നുള്ളി ശ്വാസത്തിന് വേണ്ടി അവൾ വീർപ്പുമുട്ടി മരിച്ചു. അങ്ങനെ ഡാഡിന്റെ ദേവിയെ കൊല്ലിച്ചു. നോ നോ നോ, ഡോണ്ട് ബി സില്ലി പ്രശാന്ത്. ഡാഡ് ആരെയും കൊന്നിട്ടില്ല. ദാറ്റ് വാസ് ഓൺലി എ ഡ്രീം, വെറും ഒരു ദുസ്വപ്നം, എൻ ഓഡ് ഡ്രീം. ദേവിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. യു വാണ്ട് ടു സീ ഹെർ? ലുക്ക് മിസ്റ്റർ തമ്പി, ഹീ ഈസ് അണ്ടർ നാർക്കോ അനാലിസിസ് നൗ. ഉപബോധ മനസ്സിലുണ്ടായ ഏതോ ഷോക്കാണ് ഇതിന് കാരണം. ഡോണ്ട് വറി, ഹീ ഈസ് റിക്കവറിംഗ്. വരൂ വരൂ. 5 ഇഞ്ച്. 5 ഇഞ്ച്. 5. 5. ഗുഡ് ബോയ്. Come on. ഡോക്ടർ, പ്രശാന്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമോ? No, no. Let him take rest here. പ്രശാന്തിന് ഇപ്പോൾ സ്വസ്ഥതയാണ് ആവശ്യം. ശാന്തേട്ടാ,
ദേവി ശാന്ത് പ്ലീസ്. You can only take away the flowers, not the roots. ആഷാഢമേഘങ്ങൾ നിഴലുകളെറിഞ്ഞു വിഷാദ ചന്ദ്രിക മങ്ങിപ്പടർന്നു വിരഹം വിരഹം രാവിനു വിരഹം രാഗാർദ്രനാം കിളിത്തേങ്ങിത്തളർന്നു ആഷാഢമേഘങ്ങൾ നിഴലുകളെറിഞ്ഞു വിഷാദ ചന്ദ്രിക മങ്ങിപ്പടർന്നു വിരഹം വിരഹം രാവിനു വിരഹം രാഗാർദ്രനാം കിളിത്തേങ്ങിത്തളർന്നു മൂകമിരാവിൻ മാറിൽ തളർന്നൊരു
വിഷാദ ബിന്ദു ഞാനടിയുമ്പോൾ എന്റെ നിഷാദങ്ങൾ ഒഴിയുമ്പോൾ അകലെ നിണക്കിളി പാടുന്നുവോ ഏതോ ഗദ്ഗദഗാനം മധുമൊഴിയവളുടെ നീമിഴിതളുകൾ കവിയും കണ്ണീരിലുലയുന്നുവോ മനമഴിയുന്നുവോ ആഷാഢമേഘങ്ങൾ നിഴലുകളെറിഞ്ഞു വിരഹം വിരഹം രാവിനു വിരഹം രാഗാർദ്രനാം കിളിത്തേങ്ങി തളർന്നു He is absolutely normal now. You may take him home. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം. പ്രശാന്തിന്റെ മനസ്സ് വളരെ ദുർബലമാണ്. ഹി ഈസ് വെരി സെൻസിറ്റീവ് ആൻഡ് ഇമോഷണൽ. മനസ്സിനെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള സംസാരങ്ങൾ, പ്രവൃത്തികൾ ഒന്നും പാടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദേവി എന്ന പെൺകുട്ടിയുമായി പ്രശാന്തിന്റെ മനസ്സ് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ബന്ധം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. പണത്തിലും പ്രതാപത്തിലും സോഷ്യൽ സ്റ്റാറ്റസിലും എല്ലാം പ്രധാനം നിങ്ങൾക്ക് നിങ്ങളുടെ മകനല്ലേ. പ്രശാന്തിന്റെ സന്തോഷമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ലെറ്റ് ഹി മാരി ഹർ. ഡോക്ടർ, നിങ്ങൾ അറിവും പഠിപ്പുമുള്ള ആളാണെന്ന് എനിക്കറിയാം. എന്നാൽ ഈ അവസരത്തിൽ തുറന്ന മനസ്സും ബുദ്ധിയുമാണ് ആവശ്യം. ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആലോചിച്ച് തീരുമാനിക്കൂ. ഹലോ അങ്കിൾ. ഹലോ മോളെ, ലെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. എന്താണോ ഫാക്ടറി വല്ല പ്രോബ്ലം ഉണ്ടായോ? പ്രോബ്ലം ഫാക്ടറിയിലല്ല, പിന്നെ നമ്മൾക്കിടയിലാണ്. വാട്ട് യു മീൻ? മിസ്റ്റർ ഈശ്വരൻ, നമ്മൾ തമ്മിൽ ഫോർമാലിറ്റീസിന്റെ ആവശ്യമില്ല. ഞാൻ കാര്യം തുറന്നു പറയാം. പ്രശാന്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഹീസ് പെർഫെക്റ്റ്ലി നോർമൽ. എന്നാലും ഇനിയും അവന്റെ മനസ്സ് വേദനിച്ചുകൂടാ, ഒരിക്കലും. അതുകൊണ്ട് അവന്റെ വിവാഹം എന്താ മാറ്റിവെക്കണോ? അല്ല, ഗ്രാമത്തിൽ അവൻ സ്നേഹിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവളുമായി പ്രശാന്തിന്റെ വിവാഹം നടക്കണം. മിസ്റ്റർ ഈശ്വരൻ, ഈ സാഹചര്യത്തിൽ ഇങ്ങനെ നടന്നേ തീരൂ. ഡോക്ടർ വീരേന്ദ്രൻ അതാണ് പറയുന്നത്. മറ്റൊരു തരത്തിലും തെറ്റിദ്ധരിക്കരുത്. Don't be silly, Mr. തമ്പി. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. പ്രത്യേകിച്ച് വിവാഹക്കാരിയാവുമ്പോൾ പരസ്പരം കണ്ടു അറിഞ്ഞു നടക്കണം. All right, forget about it. But we are friends. Okay? എന്റെ ആശംസകൾ. എന്റെ മോള് തോറ്റു. നിഷ, നിഷ, നിഷ. ആ നിഷേ, വരൂ മോളെ, കളിക്കാം. ആ വരൂന്ന്. ഞാൻ കളിക്കുന്നില്ല ഡാഡ്. എടി പെണ്ണെ, നീ എന്തിനാ വിഷമിക്കുന്നത്? നിനക്കിതല്ലേ വേറൊരു വിവാഹം? വിവാഹം? No, Dad.
എന്റെ ശാന്തിന്റെ ചിത്രത്തിനടുത്ത് മറ്റൊരു സ്ത്രീ രൂപവും പാടില്ല. How dare you! നഷ്ടപ്പെട്ടത് നഷ്ടമാണെന്ന് കരുതിയാലല്ലേ ദുഃഖിക്കേണ്ടതുള്ളൂ. എനിക്ക്